താൻ അനുഭവിച്ച വേദന പ്രതിയും ഹോട്ടൽ ഉടമയുമായ ദേവദാസ് അനുഭവിക്കണമെന്ന് കോഴിക്കോട് മുക്കം പീഡനശ്രമ കേസിലെ അതിജീവിത. ഇനി ആർക്കും ഈ ഗതി വരരുത്. കേസുമായി മുന്നോട്ട് പോകുമെന്നും അതിജീവിത മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരാഴ്ചത്തെ ആശുപത്രിവാസത്തിനു ശേഷം ഡിസ്ചാർജ് നേടി വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അതിജീവിത മാധ്യമങ്ങളോട് താൻ അനുഭവിച്ച ക്രൂരതകൾ വെളിപ്പെടുത്തിയത്. മാസ്കിംഗ് ടാപ്പ് ഉൾപ്പെടെ പ്രതികൾ കയ്യിൽ കരുതിയെന്നും പ്രതി ദേവദാസ് തന്റെ ഫോൺ പിടിച്ചു വാങ്ങിയെന്നും അതിജീവിത വെളിപ്പെടുത്തി. വീടിന്റെ വാതിൽ ബലം പ്രയോഗിച്ച് തള്ളി തുറന്നു. നിരന്തരം മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തിയെന്നും സ്ഥാപനത്തിൽ നിന്നും രാജിവെക്കുമെന്ന് അറിയിച്ചപ്പോൾ ദേവദാസ് കാലിൽ വീണ് മാപ്പ് പറഞ്ഞെന്നും അതിജീവിത വ്യക്തമാക്കി. ആള് മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഞാൻ വീട്ടിലേക്ക് പോകും, എനിക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ എന്നെ തിരിച്ച് മെസ്സേജ് അയച്ച് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, നീ എൻ്റെ മോളെ പോലെയാന്നൊക്കെ പറഞ്ഞ് വിളിക്കും. ഒരു വട്ടം അയാൾ വീട്ടിൽ വന്നിട്ട് എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. ഞാൻ അനുഭവിക്കുന്ന വേദനയല്ല അയാൾ അറിയണം. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അതിജീവിതയുടെ ആദ്യ പ്രതികരണമാണിത്. പീഡന ശ്രമത്തിനിടെ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്നും ചാടി പരിക്കേൽക്കുകയായിരുന്നു. സംഭവത്തിൽ മുക്കം മാമ്പറ്റയിൽ ഹോട്ടൽ ഉടമയായ ഒന്നാം പ്രതി ദേവദാസിനെയും കൂട്ടുപ്രതികളായ മുനീർ, സുരേഷ് എന്നിവരെ മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഹോട്ടൽ ഉടമ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ താഴേക്ക് ചാടിയെന്നാണ് അതിജീവിത പോലീസിനു നൽകിയ മൊഴി. കൈരളി ന്യൂസ്, കോഴിക്കോട്.